മഞ്ജു പത്രോസ് എന്ന താരത്തിന് ഇന്ന് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെയും ആവശ്യമില്ല. ബിഗ് ബോസ് മലയാളത്തിന്റെ 2ാം സീസണിലൂടെയാണ് മഞ്ജു പത്രോസ് ശ്രദ്ധേയാവുന്നത്. ബിഗ് ബോസ് മഞ്ജുവിന് വിമർശനങ്ങളായിരുന്നു കൂടുതലായും നേടിക്കൊടുത്തത്. അതുപോലെ അടുത്തിടെ നടൻ ബിനു അടിമാലിയും മഞ്ജു പത്രോസും തമ്മിലുണ്ടായ വാക്ക് തർക്കവും വലിയ രീതിയിൽ ചർച്ചയായി മാറിയിരുന്നു. ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട പത്രസമ്മേളനത്തിൽ മഞ്ജു പത്രോസും ബിനു അടിമാലിയും ഒരുമിച്ച് പങ്കെടുക്കുകയായിരുന്നു. ശരീരത്തിന്റെ നിറവും ആകൃതിയും ഒക്കെ പറഞ്ഞ് കോമഡികൾ പറയുന്നതിനെ പറ്റിയായിരുന്നു ബിനു അടിമാലി അന്ന് സംസാരിച്ചത്. അങ്ങനെ പറയുന്നത് ബോഡി ഷേമിംഗ് അല്ല എന്ന് ബിനു അടിമാലി പറഞ്ഞപ്പോൾ അതിനെ ശക്തമായി എതിർത്തുകൊണ്ടുള്ള മറുപടിയായിരുന്നു മഞ്ജു പത്രോസ് പറഞ്ഞത്. ഇത് വ്യാപകമായി വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു. ഇരുവരെയും വിമർശിച്ചുകൊണ്ടും അനുകൂലിച്ചുകൊണ്ടും ഒക്കെ നിരവധി ആളുകൾ എത്തി. എന്നാൽ പിന്നീട് ആ വഴക്ക് വേണ്ടിയിരുന്നില്ല എന്ന് തനിക്ക് തോന്നിയെന്ന് പറയുകയാണ് മഞ്ജു പത്രോസ്. ഇപ്പോൾ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു പത്രോസ്. ഒരു സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള പത്രസമ്മേളനത്തിനിടെയാണ് ബിനു അടിമാലിയുമായി അനാവശ്യമായ ഒരു വാക്കുതർക്കം ഉണ്ടാകുന്നതെന്നും അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തനിക്ക് തോന്നിയെന്നും, പക്ഷേ അന്ന് താൻ പറഞ്ഞ കാര്യങ്ങളിൽ 100-150% ഇന്നും ഉറച്ചു നിൽക്കുകയാണെന്നും മഞ്ജു പത്രോസ് പറയുന്നു. പക്ഷേ ആ വേദി അതിന് പറ്റിയതായിരുന്നില്ല എന്നും തനിക്ക് വേണമെങ്കിൽ മിണ്ടാതിരിക്കാമായിരുന്നുവെന്നും പിന്നീട് തോന്നി. എന്നാൽ അതിനും തനിക്ക് സാധിക്കുമായിരുന്നില്ല. അതാണ് തന്റെ കുഴപ്പമെന്നാണ് മഞ്ജു പറയുന്നത്. ചിലപ്പോൾ ബിനു അടിമാലിക്ക് തന്നോട് പിണക്കമായിരിക്കാമെന്നും അന്ന് ബിനു പറഞ്ഞത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബോഡി ഷേമിംഗ് അല്ലെന്നായിരുന്നുവെന്നും മഞ്ജു പറയുന്നുണ്ട്. അവർക്ക് അങ്ങനെയല്ലായിരിക്കാം, പക്ഷേ അത് കേൾക്കുന്ന നമുക്കാണ് അത് ഫീൽ ചെയ്യുന്നതെന്ന് പറയാൻ ശ്രമിച്ചതാണ് താനെന്നും, എന്നാൽ ബിനു അടിമാലി അതിനെ വീണ്ടും ന്യായീകരിക്കാൻ ശ്രമിച്ചുവെന്നും ഇതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായെന്നും മഞ്ജു വെളിപ്പെടുത്തി. താൻ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റാണ്, അതിനുശേഷം വീണ്ടും ബിനു അടിമാലിയോട് സംസാരിച്ചിട്ടുണ്ടെന്നും മഞ്ജു പറഞ്ഞു. പിന്നീട് കുറച്ച് വിഷമമുണ്ടെന്ന് തോന്നുന്നു, എന്നാൽ താൻ പറഞ്ഞതെന്താണെന്ന് കുറച്ചു കാലം കഴിയുമ്പോൾ അദ്ദേഹത്തിന് തന്നെ മനസ്സിലാകുമെന്നും, പറഞ്ഞ കാര്യം കറക്റ്റാണെങ്കിലും ആ സമയത്ത് അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് ട്രോളുകൾ കണ്ടപ്പോൾ മനസ്സിലായെന്നും അത് വലിയ വാർത്തയായപ്പോൾ വേണ്ടായിരുന്നുവെന്ന് തോന്നിയെന്നും മഞ്ജു പറഞ്ഞു. നമ്മൾ പറഞ്ഞത് എത്രത്തോളം ശരിയാണെങ്കിലും അപ്പുറത്തിരിക്കുന്ന ആളുടെ അവസ്ഥ കൂടി മനസ്സിലാക്കണമായിരുന്നു. ഇപ്പോൾ തന്നെ ഒന്നും ഭയപ്പെടുത്തുന്നില്ല എന്നും നടി കൂട്ടിച്ചേർത്തു. താനൊരു ധൈര്യമുള്ള സ്ത്രീയായി മാറി. മകന്റെ കാര്യത്തിലെ ഭയമുള്ളൂ. മകൻ സേഫ് ആകണമെന്നേ ഉള്ളൂ എന്നും ആർട്ടിസ്റ്റ് എന്ന് പറയുന്നതൊരു ഭാഗ്യപരീക്ഷണമാണെന്നും അവിടേക്ക് മകൻ വരണമെന്നില്ല. അവന് സ്ഥിര വരുമാനമുള്ള ഒരു ജോലി വേണം. നാളെ എന്താകുമെന്നൊരു ആകുലതയിൽ അവൻ ജീവിക്കേണ്ട കാര്യമില്ലെന്നും മഞ്ജു പത്രോസ് പറയുന്നു. കലാകാരന്മാരുടെ ജീവിതത്തിലെ അസ്ഥിരതയെ പറ്റിയും താരം പറയുന്നുണ്ട്. ഒരു മാസം വർക്കില്ല എങ്കിൽ ഇവിടുത്തെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ബാങ്ക് ബാലൻസ് കാലിയാകുമെന്നും, വലിയ ആർട്ടിസ്റ്റുകളുടെ കാര്യമല്ല ശരാശരി ആർട്ടിസ്റ്റുകളുടെ കാര്യമാണ് താൻ പറയുന്നതെന്നും മഞ്ജു പറയുന്നു. എന്നാൽ കാശില്ല എന്ന് കരുതി ഒരു ഓട്ടോറിക്ഷയിൽ പോയാൽ ഓട്ടോക്കാരൻ തന്നെ ഇതെന്താണെന്ന് ചോദിക്കും. മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരുമെന്നും അതുകൊണ്ടാണ് തന്റെ മകന് അങ്ങനെ ഒരു ആകുലത ഉണ്ടാകരുതെന്ന് താൻ ആഗ്രഹിക്കുന്നത്. എല്ലാ ആർട്ടിസ്റ്റുകളും ഇങ്ങനെയാണെന്നും മഞ്ജു പത്രോസ് കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.